നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 12-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 28-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് മകയിരം നക്ഷത്രം. മകയിരം കുറച്ച് സമയമേ ഉള്ളൂ. മകയിരം തീർന്ന് തിരുവാതിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. എന്നാലും ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് മകയിരമാണ്. മകയിരം അല്ല തിരുവാതിര ആയാലും ശുഭനക്ഷത്രം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ച, സൂര്യവാരം, സൂര്യൻ്റെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ നക്ഷത്രവും ദോഷപ്രദമായ നക്ഷത്രമല്ല. അതുകൊണ്ട് കുറച്ചേറെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ് നിങ്ങൾക്കിന്ന് അറിയുക. അതുകൊണ്ട് വളരെ സന്തോഷം. കാരണം ഒരു ആഴ്ചയിൽ കൂടുതൽ ആൾക്കാരും വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. ബാക്കി ദിവസങ്ങളിൽ അവധി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ജോലിയൊക്കെ ഉണ്ടാവാം. ഞായറാഴ്ച കൂടുതൽ പേരും കുടുംബസമേതം നിൽക്കുന്ന ദിവസം. അപ്പോൾ കുടുംബത്തിൽ ഒരു ഇമ്പത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന ദിവസമാണ് ശരിക്കും ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ചയും ശുഭനക്ഷത്രവും വന്നിരിക്കുകയാണ്. അതേപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള മകയിര നക്ഷത്രക്കാർക്ക്, ധനുമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഞായറാഴ്ചയാണ് വന്നിരിക്കുന്നത്. സൂര്യൻ്റെ ദിവസമാണ്. പ്രകാശം തരുന്നവനാണ് സൂര്യൻ. പ്രപഞ്ചനാഥനാണ് സൂര്യൻ. പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യുന്ന ശക്തിയാണ് സൂര്യൻ. സൂര്യൻ ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല. ആ സൂര്യൻ്റെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഈ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് ഈ സൂര്യനെ ഒന്ന് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. സൂര്യന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചൂട് ഗ്രഹമാണ്. കുറച്ച് ടെൻഷനും കുറച്ച് അലച്ചിലും കുറച്ച് അസ്വസ്ഥതയൊക്കെ വരുത്താനിടയുള്ളത് കൊണ്ട് അതിൽ നിന്നെല്ലാം അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് സൂര്യപ്രീതി വരുത്താനായിട്ട് എല്ലാ ദിവസവും ഒരു വർഷക്കാലവും സൂര്യഭഗവാനെ തൊഴണം, സൂര്യനെ നമസ്കരിക്കണം, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം, സൂര്യ നമസ്കാരം ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ സൂര്യനെ നമസ്കരിക്കുക എന്നത് നല്ലതാണ്. കാരണം അല്ലാതെ അമ്പലങ്ങളൊക്കെ കൈവാക്കിനുണ്ടാവണമെന്നില്ല. അടുത്ത അമ്പലമുള്ളവർ ശിവക്ഷേത്രത്തിൽ ശരിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ പോയി ജലധാര എന്ന് വെച്ചാൽ ചൂട് കുറയ്ക്കാനായിട്ട് അർച്ചനയും പക്കപ്പിറന്നാൾ തോറും ചെയ്യണം. ഇത് ചെയ്തു പോകുമ്പോൾ ഈ ദോഷഭാവം മാറിക്കിട്ടും. ഇന്ന് നമുക്ക് ഓരോ കാര്യത്തിന് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാവുകാല സമയം 4:30 മണി മുതൽ 6 മണി വരെ നീട്ടിട്ടുണ്ട്. 4:51 തൊട്ടാണ് രാവുകാലം ആരംഭിക്കുന്നത്. 6:17 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ ഓരോ കാര്യത്തിന്, കാരണം നമ്മൾ ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ മറ്റു ഔട്ടിങ്ങിനോ മറ്റു ഫംഗ്ഷനോ ഒക്കെ പോകുന്നത് ഈ ദിവസങ്ങളിലാണ് കൂടുതലായിട്ടും. അപ്പോൾ നമുക്ക് ആ പോകുന്ന ഭാഗത്ത് നമുക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാനായിട്ട് രാവുകാല സമയത്ത് യാത്ര തിരിക്കണം. അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് ആകിലും നമുക്ക് നോക്കി ചെയ്യാവുന്ന ദിവസമാണ്. യമകണ്ഠ കാലസമയവും ഗുളികകാല സമയവും ഒരു കാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം വരുന്നത് 3:25 തൊട്ട് 4:51 വരെയും യമകണ്ഠ കാലസമയം 12:33 തൊട്ട് 1:59 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അല്ല, ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:09 തൊട്ട് 12:57 വരെയാണ്. ഈ സമയം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് കാര്യത്തിനും തിരഞ്ഞെടുക്കാം. അതേപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. താമരപ്പൂവിൻ്റെ കളറോ അതുപോലെ റോസ് കളറോ അതുപോലെ ചുടുകല്ലിൻ്റെ കളറോ ആയിട്ടൊക്കെ ഉള്ള വസ്ത്രം നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമ്മളിലേക്ക് സൂര്യൻ്റെ പ്രകാശത്തെ ആഗിരണം ചെയ്യുകയും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് തിളങ്ങാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുമായി ചെയ്തു പോകുമ്പോൾ അത്രയും ഐശ്വര്യത്തെ കൊടുക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.